മധുസാറും PN മേനോനും ചേർന്നെടുത്ത ഒരു ചിത്രത്തിൻ്റെ ക്യാമറ അങ്ങ് നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാലചന്ദ്ര മേനോൻ്റെ 9 ചിത്രങ്ങൾ. ആദ്യ ചിത്രം പ്രേമഗീതങ്ങൾ, കാട്ടിലപ്പാട്ട് KP കുമാരൻ്റെ. സത്യൻ അന്തിക്കാടിലേക്ക് എത്തുമ്പോൾ 30-ലേറെ ചിത്രങ്ങൾ. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച നിമിത്തം, മധു അമ്പാട്ടിൻ്റെ സരിത കാലം തൊട്ടുള്ള ആ ഒരു നിമിത്തത്തിൻ്റെ ഒരു കാര്യം. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സത്യൻ അന്തിക്കാടിൻ്റെയും ശ്രീ വിപിൻ മോഹൻ്റെയും കൂട്ടുകെട്ടുണ്ടാക്കിയ ചിത്രങ്ങളുടെ വലിയ ഘോഷയാത്ര തന്നെ ഉണ്ടായിട്ടുണ്ട്. TP ബാലഗോപാലൻ MA, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, പിൻഗാമി വരവേൽപ്പ്, ശ്രീധരൻ്റെ 1-ാം തിരുമുറവ്, അർത്ഥം, കളിക്കളം, ഗോളാന്തര വാർത്ത, കനൽക്കാറ്റ്, മടവിൽ കാവടി, പൊന്മുട്ടയിടുന്ന താറാവ്, എന്നും നന്മകൾ, തലയണ മന്ത്രം, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, തൂവൽ കൊട്ടാരം, കുടുംബപുരാണം, സന്താനഗോപാലം, സമൂഹം, സസ്നേഹം, സ്നേഹസാഗരം, നമ്പർ 1 സ്നേഹതീരം, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ഈ മഹാഘോഷയാത്രയുടെ അവസാനമായി യാത്രക്കാരുടെ ശ്രദ്ധക്ക് അതോടുകൂടി ആ കൂട്ടുകെട്ട് പൊട്ടുന്നു. എങ്ങനെ? എനിക്ക് പോകുമ്പോൾ ഈ ലിസ്റ്റ് തരണേ. എൻ്റെ അടുത്ത് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ലിസ്റ്റ് ഇല്ല, അതാണ് സത്യം. അതായത് നമ്മൾ കല്യാണം നടക്കാറില്ലേ, മറ്റേ അച്ഛനും അമ്മയും ചേർന്ന് ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തു, താലി കെട്ടി, എല്ലാം കഴിഞ്ഞു. 1 മാസത്തിനകത്തോ അല്ലെങ്കിൽ 1 വർഷത്തിനകത്തോ വേർപിരിയുന്നില്ലേ? അഗ്നിശുദ്ധിയായിട്ട് കല്യാണം കഴിച്ച് തൊട്ട് താലി കെട്ടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ചേരുമില്ല എന്ന് പറയുന്നില്ലേ? അതിനെക്കാട്ടിലും വലുതാണോ ഈ കൂട്ടുകെട്ട് പിരിഞ്ഞത്? സാർ, പൊട്ടി എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. കാരണം എന്ന് വെച്ചാൽ സത്യൻ അന്തിക്കാട് ഒരു വലിയ സംവിധായകനാണ്, വലിയ കഴിവുള്ള മനുഷ്യനാണ്. അദ്ദേഹമായിട്ട് ഞാനൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒരു പടം ചെയ്തു. അദ്ദേഹത്തിന് തോന്നിക്കാണ് ഇയാൾ കുഴപ്പമില്ല എന്ന്, അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന്. എന്തായാലും എന്നെ തന്നെ വെച്ച് 30 സിനിമ, അതായത് അത് സാറ് പറഞ്ഞ മാതിരി അതൊരു ഓൾ ടൈം റെക്കോർഡാണ്. ഒരു ഛായാഗ്രാഹകനും സംവിധായകനും 30 സിനിമയുടെ, അതായത് വിത്തൗട്ട് എനി വേറൊരു ക്യാമറമാൻ അതിനകത്ത് വന്നിട്ടില്ല. ഈ 30 സിനിമ ചെയ്യുന്നത് വലിയ അത്ഭുതമല്ല. ഏത് ക്യാമറമാനും 30 സിനിമ ചെയ്യാം. പക്ഷേ തുടർച്ചയായി 30 സിനിമ ചെയ്യുക എന്നുള്ളത് ഒരു ലിംക റെക്കോർഡോ ഒരു വേൾഡ് റെക്കോർഡോ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല നമ്മുടെ ചോദ്യം. എന്തുകൊണ്ടാണ് പിരിഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് പിരിയാനുള്ള കാരണം? ഒരുപക്ഷെ സാർ അതായിരിക്കും ഉദ്ദേശം. ഞങ്ങൾ തമ്മിൽ പിണക്കമില്ല. ഞങ്ങൾ ഇപ്പോഴും കാണാറുണ്ട്, അടുത്ത കാലത്ത് വരെ കണ്ടിരുന്നു, 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അദ്ദേഹം എന്നെ ക്യാമറമാൻ ആക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനുള്ള കാരണം ഒരുപക്ഷെ സാറ് എന്നെ അന്വേഷണം നടത്തുന്നതാണ്. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ സത്യൻ്റെ അടുത്ത് പറയാറുണ്ട്, അതാണ് കാര്യം. സത്യൻ്റെ അടുത്ത് പറയാറുണ്ട്, സത്യൻ വേറൊരു ക്യാമറമാൻ്റെ കൂടെ വർക്ക് ചെയ്യും, ഞാൻ വേറെ സംവിധായകരോട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലേ? അതേമാതിരി സത്യം വേറെ, കാരണം ഇതിനകത്ത് പഠിക്കാനുണ്ട് ഒത്തിരി. ഈ മാധ്യമപ്രവർത്തകർ കലണ്ടറുകളിൽ വിശ്വസിക്കുന്നുണ്ട്. കാലഗണനയിലെ പ്രത്യേക ഘട്ടങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പട്ടണത്തിൽ സുന്ദരൻ എന്ന പടം ദിലീപിൻ്റെ പ്രേരണയാൽ അങ്ങെടുത്തു. ദിലീപ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇന്ന് സിനിമയിൽ ഞാൻ ഹായ് ബ്രദർ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, അത് ദിലീപാണ്. എന്നെ അതേമാതിരിയാണ് ദിലീപ് വിശ്വസിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാ, കാരണം ദിലീപ് മഹാകള്ളനാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ദിലീപിൻ്റെ മുഖത്തുനിന്ന് വരുന്ന എക്സ്പ്രഷൻസ്. പക്ഷേ വളരെ നല്ല മനുഷ്യൻ, നല്ല ഹൃദയമുള്ള ഒരു സുഹൃത്താണ് എൻ്റെ. ഞാൻ ഇപ്പോൾ വിളിച്ച് പറയുകയാണെങ്കിൽ ദിലീപ് എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ ദിലീപ് അതിൻ്റെ വീട്ടിലെത്തിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ദിലീപ് ഈ ഒരു കഥ വന്നിട്ട് എൻ്റെ അടുത്ത്, അതിൻ്റെ സിന്ധുരാജ് എന്ന് പറഞ്ഞ ഒരു പുതിയ തിരക്കഥാകൃത്താണ്, അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു, ഇങ്ങനൊരു സിനിമയുണ്ട്, കഥയുണ്ട്. കഥ കേട്ടപ്പോൾ എനിക്കിഷ്ടമായി. ഞാൻ സത്യനെ വിളിച്ച് പറഞ്ഞു, സത്യൻ ഇങ്ങനൊരു കഥയുണ്ട്, സംവിധാനം ചെയ്യാൻ പറ്റുമോ? എൻ്റെ അടുത്ത് സത്യം പറഞ്ഞു, ഇടോ ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, വേറൊരാൾ ചെയ്ത, കാരണം ഇതേമാതിരിയുള്ള കഥകൾ പുള്ളി അത് വിട്ടു. നമ്മൾ വീണ്ടും പണ്ട് പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്, ആ ഒരു ഫെയ്റ്റ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു, സിന്ധു ഇത് സത്യന് താല്പര്യമില്ല, താൻ വേറെ ആരെയും നോക്ക്. ഈ വേറൊരാൾ റെഡിയാവുന്നു, എല്ലാം റെഡിയാവുന്നു, അവസാനം അത് മാറിപ്പോകുന്നു. അവസാനം ഞാൻ ദിലീപിനെ വിളിച്ചു, ദിലീപ് നല്ലൊരു കഥയുണ്ട്, താൻ കേൾക്ക്. ദിലീപ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ദിലീപ് ആ കഥ കേട്ടിട്ട് എന്നോട്, ചേട്ടാ നല്ല കഥയാണ്, അത് നമുക്ക് ചെയ്യാം, ശരിയാക്കാമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് സിന്ധു വേറൊരു സംവിധായകൻ്റെ അടുത്ത് ഈ കഥ പറയും, പുള്ളി അതുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ദിലീപിന് സമ്മതമല്ല ആ സംവിധായകൻ എന്നെനിക്ക് പിന്നെ മനസ്സിലായി. ദിലീപ് എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടൻ ചെയ്യാക. ഞാൻ പറഞ്ഞു, ദിലീപ് എനിക്ക് പ്രൊഡ്യൂസർ ഒന്നും നടക്കാൻ വയ്യ,
കാരണം വെച്ചാൽ സംവിധാനം എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല. ഇന്ന് പലരും വിചാരിക്കുന്ന മാതിരി സ്റ്റാർട്ട് കട്ട് മാത്രമല്ല, വലിയൊരു തലയിലെ ഒരു ഭാരമുണ്ട്. അത് നന്നാവണം, അത് ഇറക്കുന്ന പൈസ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല, അയ്യോ നമ്മുടെ കാരണം ഒരാളുടെ പൈസ പോയല്ലോ എന്നുള്ള ചിന്ത വരും. അപ്പോൾ അതൊന്നും നടക്കില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒന്നും അറിയണ്ട, ഞാനെല്ലാം ചെയ്യാം. അങ്ങനെ ദിലീപാണ് അതിൻ്റെ മുൻകൈ എടുത്തിട്ട് ആ സിനിമ ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ സത്യനെ വിളിച്ച് ചോദിച്ചു, സത്യൻ ഇങ്ങനെയാണ്. സത്യം പറഞ്ഞു, താൻ ചെയ്തോ ധൈര്യമായിട്ട്, തനക്ക് എപ്പോഴോ ചെയ്യാം. അപ്പോൾ എന്നെ പറഞ്ഞേക്കാനുള്ളൊരു വഴിയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. തനക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്തുകൂടെ, താൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുന്നു. ചെയ്തിട്ട് അത് ഒരുപാട്, അതായത് ഒരു 6 മാസം ആ പടം നിന്നു, ദിലീപിൻ്റെ തിരക്ക് കാരണം. അതിനിടയ്ക്കാണ് വേറൊരു സിനിമ വന്നപ്പോൾ രണ്ടിൻ്റെയും ഒരേ സമയത്താണ് ഷൂട്ടിംഗ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, താനെ തൻ്റെ പടം കൊണ്ടുപോകും, ഞാനിത് വേറെ ആളെ വെച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു ഇന്ന ആളെ വെച്ച് ചെയ്യാൻ. സത്യൻ മുന്നോട്ട് പോകുന്നു, ഞാൻ എൻ്റെ സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നു. കാലത്തിൻ്റെ ഒരു കളി എന്ന് പറഞ്ഞാൽ ഈ 2 സിനിമയും ഒരേ ദിവസം റിലീസ് ചെയ്യുന്നു. അതിനേക്കാളും വലിയൊരു ഒരു സംഭവം നടക്കാനില്ല. ഞങ്ങളുടെ 2 പേരും സിനിമ റിലീസ് ചെയ്യുന്നത് സത്യൻ്റെ മനസ്സിനാക്കരെയും എൻ്റെ പട്ടണത്തിൽ സുന്ദരനും ഒരൊറ്റ ദിവസമാണ് റിലീസ് ചെയ്യുന്നത്. അതുമാത്രമാണ് എന്നെ പിന്നെ വിളിക്കാതിരിക്കാനുള്ള. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരാളെ മാറി ചെയ്തപ്പോൾ അത് അതിനകത്ത് പുതിയ അറിവുകൾ കിട്ടിത്തുടങ്ങി എനിക്ക്. അങ്ങനെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, നല്ല സൗഹൃദം നിങ്ങൾ ഇരുവരും തമ്മിൽ ഇനിയും ദീർഘകാലം തുടരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, ആത്മാർത്ഥമായി തന്നെ. ലാൽ ജോസ് എന്നുള്ള സംവിധായകന് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ, ഓരോ സംവിധായകനും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വേണം അവനവന് ഉണ്ടാക്കുന്ന സിനിമയെപ്പറ്റി. എനിക്ക് പുതിയ സംവിധായകരോട് പറയാനുള്ള ഒറ്റ കാര്യം അതുകൂടിയാണ്.